തെലങ്കാനയിൽ ഒരു വലിയ നീക്കം നടത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ടും ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് പിന്നാക്ക വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ഉടനെ തന്നെ തടയിട്ടിരിക്കുകയാണ് കേന്ദ്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നീക്കം അംഗീകരിക്കില്ല എന്നാണ് കേന്ദ്രമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ശനിയാഴ്ച പറഞ്ഞിരിക്കുന്നത്. OBC സംവരണം 42% ഉയർത്തുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ പാസാക്കാനും പാർലമെന്റിന്റെ അംഗീകാരത്തിനായി അയക്കാനുമുള്ള തെലങ്കാനയുടെ പദ്ധതിയാണ് ഇപ്പോൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും സംവരണത്തിന്റെ 50% പരിധി കവിയുന്നതാണ് ഈ നിർദ്ദേശം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്, മുസ്ലിങ്ങളുടെ 10% പേരെ BC വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്രം അംഗീകരിക്കില്ല. മതാധിഷ്ഠിത സംവരണത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളായും ആനുകൂല്യങ്ങൾ ഇതിനോടകം തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട്. EWS എന്നാണ് അതിൻ്റെ പേര്. മുസ്ലിങ്ങളെ BC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാൽ പിന്നാക്ക വിഭാഗങ്ങളുള്ള ജോലി, സംവരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ കുഴപ്പം സംഭവിക്കും. അതെല്ലാം പിന്നാക്ക വിഭാഗങ്ങൾക്ക്, യഥാർത്ഥ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കാതെയാകും. വിദ്യാഭ്യാസ അവസരങ്ങൾ, ബജറ്റ് വിഹിതം, മറ്റു മേഖലകൾ എന്നിവയിൽ ബുദ്ധിമുട്ടും അത് സൃഷ്ടിക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്ന തെലങ്കാന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് തെലങ്കാനയുടെ ഇത്തരത്തിലൊരു നീക്കം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ മുസ്ലിം വോട്ട് ഏകപക്ഷീയമായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. എന്തായാലും BC-കൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾ, അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ മുസ്ലിങ്ങളെ കൂടെ ഉൾപ്പെടുത്താനായി തെലങ്കാന ശ്രമിക്കുന്നത്. ഫെബ്രുവരി 27 സംസ്ഥാനത്തെ 3 MLC സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഈ വിഷയത്തിൽ റഫറണ്ടമായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഫെബ്രുവരി 12 തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്രി വിക്രമാർക്ക നിയമസഭയിൽ പാസാക്കിയ ബില്ലിന് പാർലമെന്റിന് അംഗീകാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും എന്നാണ് അവർ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.